ബാംഗ്ലൂരുള്ള സ്റ്റീൽ ഫാക്ടറിയിൽ നിന്ന് ലോഡും കയറ്റി ബില്ലും വാങ്ങി രാത്രി 12 മണിയോടുകൂടി അവിടുന്ന് തിരിച്ചു. നേരം പുലരാറായി. ഞാനിതാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അളിയൻ ഇപ്പോഴും വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സൂര്യൻ ഞങ്ങളുടെ കൂടെ തന്നെ സഞ്ചരിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്ത പരിപാടി എവിടെയെങ്കിലും നിർത്തി കാപ്പി കുടിക്കണം. അങ്ങനെ കടകളൊക്കെ ഉള്ളൊരു ഭാഗം നോക്കി വണ്ടി നിർത്തി ഇറങ്ങി ചെന്നപ്പോൾ അവിടെ കഴിക്കാനായിട്ടൊന്നുമില്ല, ചായ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചായക്ക് ഓർഡർ ചെയ്തു. ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ നമ്മുടെ പിന്നാലെ സഞ്ചരിച്ച് വന്ന നമ്മുടെ കമ്പനിയുടെ തന്നെ വാഹനം പ്രസന്നൻ ചേട്ടനാണ് ഓടിക്കുന്നത്. മറയൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹവും അവിടെ ചായ കുടിക്കാൻ നിർത്തി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ചായയൊക്കെ കുടിച്ച് വീണ്ടും യാത്ര ആരംഭിച്ചു. അല്പദൂരം ചെന്നപ്പം പ്രസന്നൻ ചേട്ടൻ വണ്ടി ഒതുക്കി. സ്ഥിരമായിട്ട് കയറുന്ന ഒരു കടയാണെന്ന് എനിക്ക് മനസ്സിലായി. ഭൂരിയും ദോശയും ഒക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയ ബസ്സാന്ന് തോന്നുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഒരു ബസ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി നിൽക്കുന്നതാണ് കണ്ടത്. ആർക്കും അപകടമൊന്നും ഉണ്ടായില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. പിന്നീട് ഞങ്ങൾ വണ്ടി നിർത്തിയത് പെരുന്തുറൈ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതുവഴി കടന്നു പോകുന്ന ലോറിക്കാർ സ്ഥിരമായിട്ട് നിർത്താറുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വണ്ടി നിർത്താൻ 1-2 കാരണം കൂടിയുണ്ട് കേട്ടോ. ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വാഹനം സർവീസ് ചെയ്ത് തരികയും ഗ്രീസ് അടിച്ച് തരികയും ലോറിക്കാർക്ക് കുളിക്കുവാനും അലക്കുവാനും ഒക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. സ്വന്തമായിട്ട് അലക്കാൻ ബുദ്ധിമുട്ടുള്ളവരുടെ തുണി അലക്കി കൊടുക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി ഒന്ന് കുളിക്കുക, തുണി അലക്കുക എന്നൊക്കെയാണ്. അലക്കാനുള്ള തുണികളൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഡാമിൽ നിന്നും വെള്ളം തുറന്നു വിട്ട് വരുന്ന ഒരു കനാലാണ്. ആ കനാലിൻ്റെ ഭാഗത്തേക്ക് നടന്നു. വളരെ മനോഹരമായ ഒരു കനാലാണ്. കൃഷി ആവശ്യങ്ങൾക്കും മറ്റും ഡാമിൽ നിന്നും ഒഴുക്കി വിടുന്ന ജലമാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും ആ കനാലിലിറങ്ങി നല്ല സുന്ദരമായ ഒരു കുളിയൊക്കെ പാസ്സാക്കി വീണ്ടും വണ്ടിയിലേക്ക് നടന്നു. വളരെ സുന്ദരമായ സ്ഥലമാണ്, വളരെ മനോഹരമായ സ്ഥലം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. ഓക്കെ, വീണ്ടും കാണാം.